10ാം ക്ലാസ് തുല്യതാ കോഴ്സിൻ്റെ 2025 കെമിസ്ട്രി മോഡൽ ചോദ്യപേപ്പറാണ് വിശകലനം ചെയ്യുന്നത്. ആദ്യ ചോദ്യം, മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? ഓപ്ഷൻ അലൂമിനിയം, സിങ്ക്, സ്വർണം, പ്ലാറ്റിനം. ഇതിൽ ശരിയായ ഉത്തരം സ്വർണമാണ്. ഏറ്റവും മാലിയബിലിറ്റി കൂടിയത് സ്വർണത്തിനാണ്. ചോദ്യം ബി, മഗ്നീഷ്യവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മഗ്നീഷ്യവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഉത്തരം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ശരിയായ ഉത്തരം. ഇതിൻ്റെ സമവാക്യം Mg+2HCl gives MgCl2 + H2 എന്നായിരിക്കും. അതായത് മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ വാതകവും ഉണ്ടാകുന്ന സമവാക്യമാണ് ഇത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ചില മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. എ 2 8, ബി 2 8 1, സി 2 8 5. ചോദ്യം എ, ഇവയിൽ ഉത്കൃഷ്ടവാതകം ഏത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉത്കൃഷ്ടവാതകം എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. അവയുടെ പ്രത്യേകത, അവയുടെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. അതാണ് പ്രത്യേകത. അപ്പോൾ അവസാന ഷെല്ലിൽ 8 ഉള്ളത് ഇവിടെ എക്ക് മാത്രമാണ്. എയുടെ വിന്യാസം 2 8 എന്നാണ്. അപ്പം ഇതാണ് ശരിയായ ഉത്തരം. അല്ലേ? ചോദ്യം എയുടെ ആൻസർ എ 2 8. ഇനി ചോദ്യം ബി, ഇവയിൽ ഒരേ പീരിയഡിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതെല്ലാം? ഇവയിൽ ഒരേ പീരിയഡിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഇവിടെ ഉത്തരം ബിയും സിയുമാണ്. അല്ലേ? ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം, 2 8 1 ഇവിടെ 3 ഷെല്ലുകളാണ് ബിക്കുള്ളത്. അതായത് കെ എൽ എം അല്ലേ എന്നീ 3 ഷെല്ലുകൾ. അതുപോലെ തന്നെ സിക്കും അതേപോലെ തന്നെയാണ്. 2 8 5 എന്നാണ് ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. അതിൽ കെ ഷെല്ലാണ്, 8 എണ്ണം എൽ ഷെല്ലിലാണ്, 5 എണ്ണം എം ഷെല്ലിൽ. അപ്പോൾ ഈ ബിക്കും സിക്കുമാണ് ഒരേ പീരിയഡ് ഉൾപ്പെടുന്ന മൂലകങ്ങൾ. അല്ലെ? ഇനി പീരിയഡ് കണ്ടുപിടിക്കുന്നത് ഇവിടെ രണ്ടിൻ്റെയും പീരിയഡ് നമ്പർ 3 ആണ്. അല്ലെ? ഷെൽ നമ്പർ എത്ര ഷെല്ലുകളാണോ ഒരു മൂലകത്തിനുള്ളത് അത്രയും പീരിയഡ് മൂലകത്തിന് ഉണ്ടായിരിക്കും. ഷെല്ലുകളാണ് കെ എൽ എം എൻ. അല്ലെ? ഓരോന്നിലുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, എമ്മിൽ 18, എന്നിൽ 32 ഇലക്ട്രോണുകൾ. ഓക്കെ. ഇനി ചോദ്യം 3, പട്ടിക പൂർത്തിയാക്കുക. പദാർത്ഥം, അവയുടെ രാസനാമം. അല്ലെ? അപ്പക്കാരം. അപ്പക്കാരത്തിന്റെ രാസനാമമാണ് സോഡിയം ബൈകാർബണേറ്റ്. എന്താണ്? സോഡിയം ബൈകാർബണേറ്റ്. പാറ്റഗുളിക, നാഫ്തലിനാണ് പാറ്റഗുളികയുടെ രാസനാമം. ഇനി ചോദ്യം 4, ഈ ചോദ്യത്തിന് ചോയ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. എ അല്ലെങ്കിൽ ബി. എ, CH3COOH സംയുക്തത്തിലെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരെഴുതുക. അല്ലേ? അപ്പോൾ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത് COOH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതിൻ്റെ പേര് കാർബോക്സിലിക് ഗ്രൂപ്പ് എന്നാണ്. കാർബോക്സിലിക് ഗ്രൂപ്പാണ് COOH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര്. അതുപോലെ മറ്റുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. ഒന്ന് OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പിന്റെ പേര് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ്. OH ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അതുപോലെ ഹാലജനുകൾ വരുന്നുണ്ട്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അങ്ങനെയുള്ള
ഹാലജനുകൾ അല്ലെ. പിന്നെ മറ്റൊന്നാണ് CHO ഗ്രൂപ്പ്. CHO ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആൽഡിഹൈഡ്. CHO ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണ്. CO ഗ്രൂപ്പ് കീറ്റോ ഗ്രൂപ്പാണ്. അതുപോലെ COOCH അല്ലെ, CH3 അത് വരുന്നത്, അല്ലെങ്കിൽ COOR അല്ലെ, COO ഗ്രൂപ്പ് വരുന്നത് എസ്റ്റർ ഗ്രൂപ്പുകളാണ്. എസ്റ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻ ഗ്രൂപ്പുകളുണ്ട്, മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് COOH ആണ് ഉത്തരം, കാർബോക്സിൽ ഗ്രൂപ്പാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, CH3 CH2 CH2 എന്ന സംയുക്തത്തിന്റെ IUPAC നാമം എഴുതുക. അവിടെ IUPAC നാമം എന്നാണ് ഉത്തരം. ബ്യൂട്ട് 1-ഈൻ എന്നാണ് വരുന്നത്. ബ്യൂട്ട് 1-ഈൻ എന്നാണ് IUPAC നാമം. ഇനി എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന സംയുക്തത്തിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കാം. ഇവിടെ 1, 2, 3 കാർബൺ ആറ്റങ്ങൾ അല്ലേ. പിന്നെ ബന്ധനങ്ങൾ നോക്കണം. ഇവിടെ ഈ 2 കാർബൺ ആറ്റങ്ങളിലെ ദ്വിബന്ധനമാണ്, 2 വരെയാണ് അല്ലെ. അപ്പൊ ഇവ ആൽക്കീൻ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ആൽക്കീൻ വിഭാഗത്തിൽ എല്ലാം ഏകബന്ധനമാണെങ്കിൽ ആൽക്കെയിനാണ്. അതുപോലെ ത്രിബന്ധനം ഉണ്ടെങ്കിൽ അത് ആൽക്കൈനുമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ദ്വിബന്ധനമാണ്, ആൽക്കീൻ, അവസാനം ഈനാണ് വരുന്നത്, മനസ്സിലാക്കുക. ഇനി ആദ്യം എത്ര കാർബണാറ്റങ്ങളാണ് ഒരു ഹൈഡ്രോ കാർബണിൽ ഉള്ളത് അല്ലെ. ഇവിടെ 1, 2, 3, 4 കാർബണാറ്റങ്ങളാണ് ഉള്ളത് അല്ലെ. കാർബണാറ്റങ്ങളുടെ എണ്ണമാണ് നോക്കുന്നത്. 4 കാർബണാറ്റങ്ങളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമൂലമുണ്ട്. ആ പദമൂലത്തിന്റെ പേരാണ് ബ്യൂട്ട് അല്ലെ. ബ്യൂട്ട് എന്നാണ് പദമൂലം. അപ്പൊ നമ്മൾ ആ പദമൂലം ഉപയോഗിക്കുക, കാർബണിന്റെ എണ്ണം നോക്കുക. ഇനി ഇവിടെ ദ്വിബന്ധനം അല്ലെ, ഈ 2 വരാം. ഏതൊക്കെ കാർബണാറ്റങ്ങൾക്കിടയിലാണ് അല്ലെ. ഇത് 1ാമത്തെ കാർബൺ. ദ്വിബന്ധനം ഉണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ നമ്പർ ചെയ്യണം. 1, 2, 3, 4. അപ്പൊ 1നും 2നും ഇടയിലാണ് ദ്വിബന്ധനം വരുന്നത്. അപ്പോ ചെയ്യേണ്ടത് ബ്യൂട്ട് എന്ന് എഴുതുക. 4 കാർബണാറ്റങ്ങളാണ്, പദമൂലം ബ്യൂട്ട് എന്ന് എഴുതുക, ഹൈഫണ് കൊടുക്കുക. ബന്ധനത്തിന്റെ സ്ഥാനം, ദ്വിബന്ധനത്തിന്റെ സ്ഥാനം 1നും 2നും ഇടയിലാണെങ്കിൽ ചെറിയ സ്ഥാനം എഴുതുക, 1 അല്ലെ, 1 എന്ന് എഴുതുക. വീണ്ടും ഹൈഫണ് കൊടുക്കുക. ഇത് ദ്വിബന്ധനം ഉള്ളതുകൊണ്ട് ഈനാണ്. അപ്പൊ ബ്യൂട്ട് 1-ഈൻ എന്നാണ്. ഇനി മറ്റുള്ള പദമൂലങ്ങൾ, 1 കാർബൺ ആണെങ്കിൽ മീത്, 2 കാർബൺ ആണെങ്കിൽ ഈത്, 3 എണ്ണമാണെങ്കിൽ പ്രൊപ്പ്, 4 എണ്ണം ബ്യൂട്ട്, 5 എണ്ണമാണെങ്കിൽ പെന്റ്, 6 എണ്ണമാണെങ്കിൽ ഹെക്സ് അല്ലെ, 7 എണ്ണമാണെങ്കിൽ ഹെപ്റ്റ്, 8 ഒക്റ്റ്, അങ്ങനെ 9 ആണെങ്കിൽ നോൺ, 10 ആണെങ്കിൽ ഡക്ക്. നമുക്ക് 5 വരെയൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പൊ 5 വരെയൊക്കെ നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കുക. കാർബൺ ആറ്റം കൊടുക്കുന്ന പദമൂലം ഒരു 5 എണ്ണമോ അല്ലെങ്കിൽ 6 എണ്ണമൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്. ഓക്കെ, പേരെഴുതാൻ മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം, അതിൻ്റെ ബി ചോദ്യമാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ തന്മാത്രകളുടെ നാശത്തിന് കാരണമാകുന്ന സംയുക്തം ഏത്? ഉത്തരം CFC അല്ലെ. അതിന്റെ പൂർണ്ണരൂപം ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നാണ്. ക്ലോറോ ഫ്ലൂറോ. ചോദ്യം അതിലെ ബി, അമ്ലമഴ ഉണ്ടാകുന്നത് എങ്ങനെ? അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് മഴ ഉണ്ടാകുന്നത് എങ്ങനെ? ഉത്തരം, വ്യവസായശാലകൾ പുറത്തുവിടുന്ന SO2 വാതകം, NO2 വാതകം. SO2 എന്ന് പറയുമ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ്, NO2 നൈട്രജൻ ഡൈ ഓക്സൈഡ് അല്ലെ. അപ്പോൾ വ്യവസായശാലകൾ പുറന്തള്ളുന്ന ഈ സൾഫർ ഡൈ ഓക്സൈഡ് വാതകം, നൈട്രജൻ ഡൈ ഓക്സൈഡ് വാതകം എന്നിവ അന്തരീക്ഷത്തിലെ നീരാവിയുമായി ചേർന്ന് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഉണ്ടായി മഴവെള്ളത്തിൽ ലയിച്ച് അമ്ലമഴ ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ ഈ SO2 ഉണ്ടാകുന്നത്, SO2 വെള്ളത്തിൽ ലയിച്ചാൽ ഉണ്ടാകുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ NO2 വെള്ളത്തിൽ ലയിച്ചാൽ ഉണ്ടാകുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് അല്ലെ. സൾഫ്യൂരിക് ആസിഡ് H2SO4, നൈട്രിക് ആസിഡ് HNO3 അല്ലെ. അപ്പോൾ ഈ SO2 ചുരുക്കി പറഞ്ഞാൽ വ്യവസായശാലകൾ പുറന്തള്ളുന്ന SO2
NO2 ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിലെ നീരാവിയുമായി ചേർന്ന് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡായി മാറി അത് മഴവെള്ളത്തിന്റെ കൂടെ താഴേക്ക് പതിക്കുന്നതാണ് അമ്ലമഴ. ഓക്കെ, ഇനി ചോദ്യം 5, അതിൽ ചോദ്യം, ന്യൂട്രോൺ കണ്ടെത്തിയതാര്? ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഉത്തരം ജെയിംസ് ചാഡ്വിക് അല്ലെ. മറ്റൊരു ചോദ്യം, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജെ തോംസൺ. ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റ് ചോദ്യങ്ങൾ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അതുപോലെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡുമാണ്. റൂദർഫോർഡാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇനി ചോദ്യം 6, എണ്ണയിലും നെയ്യിലും വനസ്പതി മായമായി ചേർത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? എണ്ണയിലും നെയ്യിലും വനസ്പതി മായമായി ചേർത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? ഉത്തരം വനസ്പതി കലർന്ന നെയ്യ് അല്ലെങ്കിൽ എണ്ണ എടുത്ത് അത്രയും അളവിൽ, നമ്മൾ എത്രയാണ് എടുക്കുന്നത് അത്രയും അളവ് ഗാഢ HCl എന്നിവ ചേർത്ത് അതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക. രക്തത്തിന്റെ ചുവപ്പ് നിറം ഉണ്ടാകുന്നുവെങ്കിൽ മായം കലർന്നിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, വനസ്പതി കലർന്ന നെയ്യ് എണ്ണ എടുത്ത് അതേ അളവിൽ ഗാഢ HCl ചേർത്ത് അതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക. രക്തത്തിന്റെ ചുവപ്പ് നിറം ഉണ്ടാകുന്നുവെങ്കിൽ അതിൽ മായം കലർന്നിട്ടുണ്ട്. ഓക്കെ, ചോദ്യം 7, കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന സംയുക്തം ഏത്? കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന സംയുക്തം ഉത്തരം ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്. ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് CuSO4. കോപ്പർ സൾഫേറ്റ് എന്ന് മാത്രവും പറയാം, അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്. ഇനി ബി, കൊളോയിഡിന് ഉദാഹരണം എഴുതുക. കൊളോയിഡിന് ഉദാഹരണമാണ് എമൽഷൻ പെയിന്റുകൾ. എമൽഷൻ പെയിന്റുകൾ, അതുപോലെ രക്തം അല്ലെ, കഞ്ഞിവെള്ളം കൊളോയിഡിന് ഉദാഹരണങ്ങളാണ്. ഇനി ചോദ്യം 8, നിർവീര്യമാകൽ എന്നാൽ എന്ത്? നിർവീര്യമാകൽ എന്നാൽ എന്ത്? അതായത് നിർവീര്യമാകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ആൽക്കലിയുടെയും ആസിഡിന്റെയും സ്വഭാവമല്ലാത്ത പദാർത്ഥം ഉണ്ടാകുന്ന ലവണമാണ്. അപ്പോൾ ഒരു ആസിഡും ഒരു ആൽക്കലിയും തമ്മിലുള്ള രാസപ്രവർത്തനമാണ് നിർവീര്യമാകൽ അല്ലെങ്കിൽ നിർവീരീകരണം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി അത് ചില പദാർത്ഥങ്ങൾ അവയുടെ pH മൂല്യവും പട്ടികയിൽ നൽകിയിരിക്കുന്നു. മുന്തിരി, സോപ്പ്, ശുദ്ധജലം, ക്ലീനിങ് ലായനി അല്ലെ. അതിലെ ചോദ്യം 1, ഇത് ന്യൂട്രൽ ലായനി ഏതാണ്? ഇവിടെ ശുദ്ധജലമാണ് ന്യൂട്രൽ ലായനി അല്ലെ. അതായത് pH 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ലായനി ആയിരിക്കും. ഓക്കെ, ചോദ്യം 2, ആസിഡ് സ്വഭാവമുള്ള പദാർത്ഥം ഏതാണ്? ആസിഡ് സ്വഭാവമുള്ള പദാർത്ഥം ഇവിടെ മുന്തിരിയാണ് അല്ലെ. നമുക്കറിയാം, ഈ pH മൂല്യം 7 താഴെയാണെങ്കിൽ ആസിഡ്, 7 താഴെയാണെങ്കിൽ ആസിഡും 7 കൂടുതലാണെങ്കിൽ അത് ആൽക്കലി അല്ലെ, അല്ലെങ്കിൽ ബേസിക് പദാർത്ഥവും ആയിരിക്കും. ഇനി ഇവിടുത്തെ മൂന്നാമത്തെ ചോദ്യം, സോഡാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലീനം ഏത്? സോഡാ വെള്ളത്തിലെ ലീനം SeO2 കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എന്താണ് ഈ ലീനം? ഒരു പദാർത്ഥത്തിൽ ലയിച്ചിരിക്കുന്ന പദാർത്ഥത്തെയാണ് ലീനം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കിയാൽ 2 പദാർത്ഥങ്ങളാണ് ഇതിലുള്ളത്. അത് ഉപ്പ് ലായനിയായി അല്ലേ, ഉപ്പും വെള്ളവുമാണ് ഉള്ളത്. അപ്പോൾ
ഏതാണോ ലയിച്ച പദാർത്ഥം അതാണ് ലീനം അല്ലെ. കുറഞ്ഞ അളവിൽ, അതായത് ലയിക്കുന്ന പദാർത്ഥത്തെയാണ് ലീനം എന്ന് പറയും. ഈ ലയിപ്പിക്കുന്ന പദാർത്ഥം അപ്പൊ ഏതായിരിക്കും? അത് ലായകമാണ് അല്ലെ. ഓക്കെ, മനസ്സിലായി. ഇവിടെ സോഡാവെള്ളത്തിൽ ലീനം എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ച പദാർത്ഥമാണ് ഈ സോഡാവെള്ളം അല്ലെ. കാർബോണിക് ആസിഡ് എന്ന പദാർത്ഥമാണ് അത്. ഇനി 9ാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് ചോയ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക, എ അല്ലെങ്കിൽ ബി. ചോദ്യം എ. നൈട്രജന്റെ അറ്റോമിക് സംഖ്യ 7 ആണ്. നൈട്രജൻ ആറ്റങ്ങൾ ചേർന്ന് നൈട്രജൻ തന്മാത്രാ രൂപീകരണത്തിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ നൈട്രജന്റെ അറ്റോമിക് സംഖ്യ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 7 ആണ്. ആറ്റങ്ങൾ കൂടി ചേർന്നാണ് നൈട്രജൻ തന്മാത്ര N2 അല്ലെ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ഡോട്ട് ഡയഗ്രാം. ഈ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നൈട്രജൻ അറ്റോമിക് സംഖ്യ അല്ലെ. അപ്പൊ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 5 എന്നാണ് വരുന്നത്. 2, 5. എപ്പോഴും ഈ അവസാന ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് രാസപ്രക്രിയയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ നൈട്രജന്റെ ഈ 5 ഇലക്ട്രോണുകളാണ് രാസപ്രക്രിയയിൽ പങ്കെടുക്കുക അല്ലെ. നമ്മളിങ്ങനെ N+N ഗീവ്സ് ആണ് N2 അല്ലെ. 2 Nകൾ എഴുതുമ്പോൾ അവയിലെ അവസാന ഇലക്ട്രോണുകൾ 5 എണ്ണം കാണിക്കുക. അതായത് ഇതുപോലെ കാണിക്കുക. 3. അതുപോലെ ഈ N-ഉം 2, 3 ഇങ്ങനെ കാണിച്ചു. ഇനി രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. രണ്ടും നമ്മൾ വൃത്താകൃതിയിൽ വരച്ചിട്ട് നൈട്രജൻ. ഇവിടെ 2 നൈട്രജൻ പുറത്തും അതുപോലെ തന്നെ ഇതിനുള്ളില് 3 ജോഡി ഇലക്ട്രോണുകളെ ഉള്ളിൽ കാണിക്കണം അല്ലെ. അങ്ങനെയാണ് ഇത് അഷ്ടകം 8 ഇലക്ട്രോണുകൾ കൈവരിക്കുന്നത്. അപ്പൊ ഈ നൈട്രജൻ നമ്മൾ നോക്കുമ്പോൾ 6+2, ഈ നൈട്രജൻ നോക്കുമ്പോൾ 6+2 8 അല്ലെ. ഇനി ഈ നൈട്രജൻ തന്മാത്രകൾക്കിടയിലുള്ള ബന്ധനം ത്രിബന്ധനമാണ്. കാരണം ഇലക്ട്രോണുകളെ പങ്കുവെക്കുമ്പോഴാണ് ത്രിബന്ധനം ഉണ്ടാവുക അല്ലെ. ഒരു ജോഡിയാണ് എങ്കിൽ ഏകബന്ധനം, 2 ജോഡിയാണെങ്കിൽ ദ്വിബന്ധനം. ഇവിടെ 3 ജോഡി ഇലക്ട്രോണുകളാണ് നൈട്രജൻ പങ്കുവെച്ചത്, ദ്വിബന്ധനമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് ഡോട്ട് ഡയഗ്രത്തിന്റെ ചിത്രം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നന്നായിട്ട് വരച്ചു പഠിക്കുക. ഇനി ചോദ്യം 2. നൈട്രജൻ തന്മാത്ര രൂപീകരണത്തിൽ എത്ര ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്നു? നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് 3 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെക്കുന്നുണ്ട് അല്ലെ. അതിലെ ബി ചോദ്യം. ഇരുമ്പിന്റെ പ്രധാന അയിര് ഏത്? ഇരുമ്പിന്റെ പ്രധാന അയിരാണ് ഹാമറ്റൈറ്റ് അല്ലെ. പ്രധാനപ്പെട്ട അയിരാണ് ഹാമറ്റൈറ്റ്. അതുപോലെ ഇരുമ്പിന്റെ മറ്റ് 2 അയിരും കൂടെ ഉണ്ട് ഇരുമ്പിന്. ഒന്ന് മാഗ്നറ്റൈറ്റ് അല്ലെ, മാഗ്നറ്റൈറ്റ്. അതുപോലെ തന്നെ അയൺ പൈറൈറ്റിസ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട അയിരാണ് ഹാമറ്റൈറ്റ്. ഇനി ചോദ്യം 2. ബ്ലാസ്റ്റ് ഫർണസിൽ അയൺ ഓക്സൈഡിനെ അഥവാ Fe2O3 അയൺ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന സംയുക്തം ഏത്? അതായത് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുമ്പോൾ ഇരുമ്പുണ്ടാക്കുന്ന ഉപകരണം അല്ലെ, അതാണ് ബ്ലാസ്റ്റ് ഫർണസ്. ആ ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചിട്ട് അയൺ ഓക്സൈഡിനെ അയൺ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന സംയുക്തമാണ് കാർബൺ മോണോക്സൈഡ് ആണ് അയൺ ആക്കി മാറ്റുന്നത്. ഇനി അതിലെ 3ാമത്തെ ചോദ്യം. ലോഹനാശനം തടയാനുള്ള 2 മാർഗങ്ങൾ എഴുതുക. ലോഹനാശനം തടയാനുള്ള 2 മാർഗങ്ങൾ. ഒന്ന് പെയിന്റിങ്. ഈ ലോഹങ്ങൾ ഇപ്പൊ ഇരുമ്പൊക്കെ ആണെങ്കിൽ അതിന്റെ മുകളിലൊക്കെ പെയിന്റ് അടിക്കാറുണ്ട് അല്ലെ. ഗേറ്റ്, വീടുകളിലെ ഗേറ്റ്, അതുപോലെ മറ്റുള്ള ഇരുമ്പിന്റെ ഉപകരണങ്ങളിലൊക്കെ പെയിന്റ് അടിച്ചു വെക്കും. അത് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലോഹനാശനം തടയാനുള്ള ഒരു മാർഗമാണ് പെയിന്റിങ്. അതായത് പിന്നെ മറ്റൊന്ന് വായു അതുപോലെ ജലം എന്നിവയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക അല്ലെ. അന്തരീക്ഷ വായുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നത്. മറ്റൊന്ന് ലോഹസങ്കരങ്ങളാക്കി മാറ്റും അല്ലെ. ലോഹങ്ങളെ ലോഹസങ്കരങ്ങളാക്കി മാറ്റാനുണ്ട്. ഓക്കെ, അപ്പൊ ഇരുമ്പിനൊക്കെ സ്റ്റീലാക്കി മാറ്റാറുണ്ട് അല്ലെ. ഓക്കെ, ഇനി 10ാം ചോദ്യം. ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 9ഉം മാസ് നമ്പർ 19ഉമാണ്. അറ്റോമിക് നമ്പർ 9ഉം മാസ് നമ്പർ 19ഉം ആണ്. ചോദ്യം. മൂലകത്തിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്
ഈ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് തന്നെയാണ് അറ്റോമിക നമ്പർ അല്ലേ. അപ്പോൾ 9. അതുപോലെ തന്നെയാണ് പ്രോട്ടോണുകളുടെ എണ്ണം. ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമാണ്. ഇനി പ്രോട്ടോൺ ചോദിച്ചാൽ എത്രയാണ്? 9. അപ്പോൾ അറ്റോമിക് നമ്പർ, ഇലക്ട്രോണിന്റെ എണ്ണം, പ്രോട്ടോണിന്റെ എണ്ണം എല്ലാം ഒന്നായിരിക്കും അല്ലെ. ഉത്തരം 9. ഇനി അതിൽ തന്നെ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? എങ്ങനെയാണ് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്? ഒരു മൂലകത്തിന്റെ ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി അല്ലെ. ഇവിടെ മാസ് നമ്പർ 19 അറ്റോമിക് നമ്പർ 9. അപ്പൊ 19 നിന്ന് 9 പോയി കഴിഞ്ഞാൽ 10 ന്യൂട്രോണുകളുടെ എണ്ണം. ഇനി സി ചോദ്യം, മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പോൾ ഇവിടുത്തെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9. 9 വെച്ചിട്ട് നമ്മൾ സബ്ഷെൽ വിന്യാസം എഴുതുമ്പോൾ 1s2 2s2 2p5 അല്ലെ. ആദ്യ സബ്ഷെല്ലിൽ 1s ആണ്, അതിലേക്ക് 2 ഇലക്ട്രോൺ പോയി. രണ്ടാമത് 2s ആണ്, അതിലേക്ക് 2 പോയി. അപ്പൊ ആകെ 4 പിന്നെ ബാക്കിയുള്ളത് 5. പി നമുക്ക് വേണമെങ്കിൽ 6 വരെ കൊള്ളും, പക്ഷെ 5 ഉള്ളൂ അല്ലെ. 2 4 5 എന്നാണ് അത് വായിക്കുന്നത്. ഇനി ചോദ്യം 9, ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യത്തിലെ ഗ്രന്ഥി ഏത്? മനുഷ്യത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അല്ലെ, ഗ്രന്ഥി അഥവാ അന്തസ്രാവി ഗ്രന്ഥി. ഉത്തരം ആഗ്നേയ ഗ്രന്ഥിയാണ് അല്ലെ. അതിന്റെ വേറെ പേരാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥിയാണ് ഇൻസുലിൻ മനുഷ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ ബി ചോദ്യം, പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC എന്ന പോളിമറിന്റെ മോണോമർ ഏത്? ഉത്തരം വിനൈൽ ക്ലോറൈഡ്. ഇതിന്റെ നല്ല എളുപ്പമാണ്, പോളി ഒഴിവാക്കി കഴിഞ്ഞാൽ വിനൈൽ ക്ലോറൈഡ് അല്ലെ. ഉത്തരം PVCയിലെ മോണോമർ ആണ് വിനൈൽ ക്ലോറൈഡ്. എന്താണ് ഈ മോണോമർ? മോണോമർ എന്ന് പറഞ്ഞാൽ ഒരു ലഘു തന്മാത്രയാണ് അല്ലെ. മോണോമർ ലഘു തന്മാത്ര. പോളിമറോ ഒരു മോണോമറുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളെയാണ് പോളിമറുകൾ എന്ന് പറയുന്നത്. ഇവിടെ PVCയിലെ മോണോമർ ആണ് വിനൈൽ ക്ലോറൈഡ്. ഇനി വൾക്കനൈസേഷൻ എന്നാൽ എന്താണ് വൾക്കനൈസേഷൻ അല്ലെ? ഇത്രയേ ഉള്ളൂ. റബ്ബറിൽ സൾഫർ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയ. റബ്ബറിൽ സൾഫർ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയ. ഈ റബ്ബറിന്റെ ഇലാസ്തിക സ്വഭാവം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് റബ്ബർ ഉണ്ടാക്കുന്ന ആദ്യ ഘട്ടങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നത്, സൾഫർ ചേർത്ത് ചൂടാക്കുന്നത്. അപ്പൊ ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് വൾക്കനൈസേഷൻ. ഓക്കെ. ഇനി ചോദ്യം 12, എ കോളത്തിൽ നൽകിയിരിക്കുന്നവയ്ക്ക് യോജിച്ചവ ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക അല്ലെ. ചേരുംപടിയാണ്. അപ്പൊ ഇതെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എ കോളം അതേപോലെ എഴുതണം. എ കോളം അതുപോലെ എഴുതിയിട്ട് ഈ ഒന്നാമത്തേന് നേരെ ബി കോളത്തിൽ ഏതാണോ ശരി അത് എഴുതി വെക്കണം. അതുപോലെ രണ്ടാമത്തേന് മൂന്നാമത്തേന്. ഓക്കെ. ഇവിടെ CH4 plus 2O2 gives CO2 plus H2O അല്ലെ, പ്ലസ് താപം. ഇത് ഏതാ രാസപ്രവർത്തനം? ഇത് ജ്വലനമാണ്. ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനമാണത്. ഇനി രണ്ടാമത് CH4 plus Cl2 gives CH3 Cl plus HCl. ഇവിടെ CH4 നിന്ന് അല്ലെ, CH4 നിന്ന് ഒരു H പോയി, അപ്പൊ CH3 ആയി, പകരം Cl വന്നു അല്ലെ. അപ്പോൾ ഒരു ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി പകരം മറ്റൊരു ആറ്റം വരിക. ഇത് ആദേശ രാസപ്രവർത്തനമാണ് അല്ലെ, ആദേശ രാസപ്രവർത്തനം. ഇനി വേറൊന്ന് CH2 plus H2. ഇവിടെ ഒരു ദിബന്ധനമുള്ള ആൽക്കീനാണത്. ഇതിന്റെ പേര് ഈഥീൻ എന്നാണ്. ഈഥീനിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളെ കൂട്ടിച്ചേർത്ത് എന്തായി? ദിബന്ധനം ഏകബന്ധനമായി മാറും. ഇത് അഡീഷൻ പ്രവർത്തനമാണ്. അഡീഷൻ അല്ലെ. ഇവിടെ ഒന്നാമത്തെ രാസപ്രവർത്തനം ജ്വലനമാണ്. ഹൈഡ്രോ കാർബണുകൾ ജ്വലിക്കാണ് അല്ലെ.
ഓക്സിജനായിട്ട് പ്രവർത്തിക്കുന്നതാണ് ജ്വലനമാണ്. അപ്പൊ ജ്വലനം അത് കറക്റ്റ് ആണ്. അപ്പൊ ജ്വലനം നമ്മൾ നേരെ എഴുതാം. ഇനി ഇവിടെ രണ്ടാമത്തെ നമുക്ക് തന്നിരിക്കുന്നത് ഈ രാസപ്രവർത്തനത്തിന്റെ പേര് ഇവിടെ തെറ്റാണ് അല്ലെ. ഇത് ശരിക്ക് ആദേശ രാസപ്രവർത്തനമാണ്. നമുക്കിവിടെ തന്നത് പോളിമറൈസേഷൻ എന്നാണ് അല്ലെ. ഈ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം മോണോമറുകളും പോളിമറുകളാകുന്ന രാസപ്രവർത്തനമാണ് പോളിമറൈസേഷൻ അല്ലെ. അപ്പൊ ഇവിടെ അത് എൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരും, അതല്ല. അപ്പൊ ഇതിവിടെ ശരിക്കും വരേണ്ടിയിരുന്നത് ആദേശ രാസപ്രവർത്തനമാണ് അല്ലെ. അപ്പൊ നമുക്ക് മെയിൻ പരീക്ഷക്ക് ശരിയായിട്ടൊക്കെ വരേണ്ടതാണ് അല്ലെ. ഇനി അടുത്തത് CH2 ഇത് അഡീഷൻ പ്രവർത്തനമാണ്. ഈഥീന്റെ കൂടെ 2 ഹൈഡ്രജൻ ആറ്റങ്ങളെ കൂട്ടിച്ചേർത്ത് ഈഥൈൻ ആക്കുന്ന രാസപ്രവർത്തനം. അപ്പൊ ഇത് അഡീഷൻ രാസപ്രവർത്തനം. ഓക്കെ ആണല്ലോ, അഡീഷൻ. അപ്പൊ എന്തായാലും കെമിസ്ട്രി നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു മെയിൻ പരീക്ഷക്ക് എല്ലാവർക്കും എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.